ഇന്ന് എന്നത്തെയും പോലെ മോർണിംഗ് വ്ളോഗല്ല കേട്ടോ. ഇന്നൊരു ഈവനിങ് അല്ല, ഉച്ച സമയത്തുള്ള കേട്ടോ വ്ളോഗാണ്. അപ്പം തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ പോയിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയൊരു എണ്ണയാണ് കേട്ടോ. അപ്പം അമ്മച്ചിക്ക് അതന്നെ തേക്കല. അപ്പം ഞാനും അതൊന്ന് തേച്ച് കുറച്ച് നേരം ഇന്ന് കേട്ടോ. അപ്പോൾ കുട്ടീൻ്റെ അനക്കൊക്കെ നോക്കി അത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ചോറുന്നായിരുന്നു. ഇന്ന് എണ്ണിക്കാമ്പ് ഉപ്പേരിയും അച്ചാറും മീൻകറിയും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തോ ക്രേവിങ്സ് വന്നപ്പോൾ ഒരു മധുരമുള്ള മിച്ചർ എടുത്തെടുത്ത് തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പാല് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. പൈസ ഒക്കെ എടുത്തിട്ട് പണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് പോവാറേ ഇല്ല കേട്ടോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് പശുവും പാല് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നു കേട്ടോ. അത് ഞാനൊരു വിഷ് കെയറിൻ്റെ ലിപ് ബാം വാങ്ങിയിരുന്നു. അതാണ് കേട്ടോ. തീരെ സമയമില്ലാത്തതുകൊണ്ട് ആക്രാന്തം കൂടിയതുകൊണ്ട് അത് ഞങ്ങൾ വൈകുന്നേരം പൊട്ടിച്ചിട്ടോ. നല്ലതാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടം ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോയിട്ടോ. 2 ദിവസം കൊണ്ട് വരുന്നതുകൊണ്ട് അങ്ങനെ അപ്പം തന്നെ അത് ഇട്ട് നോക്കിട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അവിടെ നിന്ന് ഇട്ട് കഴിയുമ്പോഴത്തേനും പാൽമണ്ടീൻ്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പച്ചി ടൗണിൽ ഉപ്പച്ചി ഉണ്ടായതുകൊണ്ട് ഉപ്പച്ചിനോട് ചോദിച്ചു, അവിടെ വന്നിക്കോന്ന് ചോദിച്ചപ്പോൾ ഉപ്പച്ചി പറഞ്ഞാൽ അവിടെ എത്തിക്കണ്ടേ, ഞാൻ വാങ്ങി വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അനിയത്തിയും മോനും കൂടി താഴെ പോയിട്ടുണ്ട് കേട്ടോ. മുട്ടായി വാങ്ങാനും പാല് വാങ്ങാനും കൂടി പോയിട്ടുണ്ട് കേട്ടോ. വെറുതെ കുപ്പിയും സഞ്ചിയൊക്കെ എടുത്ത് വലിയ ഷോക്ക് എടുത്ത് വന്നതാണ്. അങ്ങനെ ഈ വൈകുന്നേരത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണല്ലോ. രാവിലെയും വെയിൽ കൊള്ളാം, വൈകുന്നേരം കൊള്ളാം. അപ്പോൾ ഇവരെ വിട്ടത് എന്തിനാ വെച്ചാൽ ഇവനെക്കാട്ടി വലിയ സിപ്പപ്പൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കേട്ടോ. അങ്ങനെ പാലും കിട്ടി, മുട്ടായും കിട്ടി, സിപ്പപ്പും കിട്ടി. ഒരു നൊസ്റ്റാൾജിക് വൈബായിരുന്നു കേട്ടോ. കാരണം പണ്ട് നമ്മളിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ സിപ്പപ്പൊക്കെ വാങ്ങി ഇങ്ങനെ കുടിച്ചിട്ട് വരുമായിരുന്നു കേട്ടോ. അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സിപ്പപ്പ് എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ കുടിച്ച് ഇങ്ങനെ വരുമായിരുന്നല്ലോ. അത് ഓർമ്മ വന്നിട്ടോ. അപ്പോൾ വീട്ടിലെത്തി ഞാൻ എന്ത് ചെയ്തു, നേരെ ചായ അച്ചാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചീൻ്റെ വീട്ടിൽ പോയിരുന്നു. ഉമ്മച്ചീൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പച്ചക്കായ ഉണ്ട്, മത്തനുണ്ട്, പിന്നെ നമ്മളെ കൽത്തപ്പല്ലേ, നമ്മളവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യും കേട്ടോ. അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇത് ഉമ്മച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, കർമൂസയും വഴുതനങ്ങയൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. ബൈ ഗായ്സ്.